സുജാതൻ നമസ്കാരം. കുറേ നാൾ കൂടിയിട്ടാണ് നമ്മൾ വീണ്ടും വരുന്നത്. ഇപ്പോൾ സുജാതൻ ഇന്നിപ്പോൾ ഒരു ഇതുള്ളത് ഈ എക്സിറ്റ് പോളൊക്കെ വന്നു. അതിൽ വലിയ കാര്യമൊന്നുമില്ല. എക്സിറ്റ് പോൾ യാതൊരു സയൻറ്റിഫിക് ബേസിസും ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അതിൽ UDFന് അപ്പർ ഹാൻഡ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇവർ പറഞ്ഞ വലിയ ആൻറ്റി ഇൻകംബൻസി ഫാക്ടറൊന്നും അതിനകത്ത് പ്രതിഫലിക്കണമൊന്നുമില്ല. 10 സീറ്റിൻ്റെ 15 സീറ്റിന് 10-12 സീറ്റിൻ്റെ വ്യത്യാസമാണ് ഇതേ ഉള്ളൂ. ഇതിന് ഈ പലവട്ടം ഈ എക്സിറ്റ് പോൾ ഇതിനു മുമ്പ് തെറ്റിയിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ഈ എക്സിറ്റ് പോൾ കഴിഞ്ഞ് വോട്ടെണ്ണണ ദിവസം വരുമ്പോൾ എക്സിറ്റ് പോളും ഓർക്കില്ല, ഒപ്പീനിയൻ പോളും ഓർക്കില്ല, ഒന്നും ഓർക്കില്ല. ഇറ്റ്സ് ഓൺലി എൻ്റർടൈൻമെൻറ്റ് വാല്യൂ. ഇപ്പോൾ രാധാകൃഷ്ണൻ സാർ കഴിഞ്ഞ ദിവസം പറയാം, നമ്മുടെ പ്രൊഫസർ KS രാധാകൃഷ്ണൻ, ഇത് KS രാധാകൃഷ്ണൻ സാർ പറഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞത് എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ആണ്. അപ്പോൾ പറഞ്ഞാൽ അല്ലടോ, അത് എൻ്റർടൈൻമെൻറ്റ് വാല്യൂ അല്ല, ന്യൂസ് വാല്യൂ ആണ്. അപ്പോൾ അത്രേ ആവുന്നുള്ളൂ. അതിനിടയ്ക്ക് ഇപ്പോൾ UDF ജയിക്കും എന്ന് എക്സിറ്റ് പോൾ വന്ന ഉടനെ തന്നെ പാണക്കാട്ടിൽ നിന്ന് യുവരാജകുമാരൻ സാദിഖ് അലി തങ്ങൾ പറയണു സതീശനായിരിക്കണം മുഖ്യമന്ത്രി, ഞങ്ങളുടെ സപ്പോർട്ട് സതീശനാണ് എന്ന് പറഞ്ഞു. ഇതിൽ അങ്ങ് എന്ത് പറയണു, അതിനൊരു ശരിയായ നടപടിയാണോ? അത് അനൗചിത്യമാണ്. ലീഗ് ഈ സമയത്ത് സാധാരണ ലീഗിൻ്റെ നേതൃത്വത്തിലുള്ളവരെ കുറച്ച് ഒരു ആത്മസംയമനം പാലിക്കുന്നവരായിട്ടാണ് അറിയപ്പെട്ടിട്ടുള്ളത്. പക്ഷേ തങ്ങൾ ഇന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്നറിയില്ല. പ്രത്യേകിച്ചും UDFിലെ മെയിൻ കക്ഷിയായ കോൺഗ്രസ്സിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ചൊല്ലി കഴിഞ്ഞ ഒരു മാസമായി തർക്കം നടക്കുന്നതിനിടെ വോട്ട് കഴിഞ്ഞ അന്നോട്ട് ഒരാളിനെ അവർ ഉയർത്തിപ്പിടിക്കുക എന്ന് പറയുന്നത് തികച്ചും ഉചിതമായ ഔചിത്യമില്ലായ്മയാണ് കാണിച്ചത്. അപ്പോൾ അതേക്കുറിച്ച് കോൺഗ്രസ്സുകാരും പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ മുരളീധരനും കൊടിക്കുന്നിൽ സുരേഷും ഒക്കെ അതിനോട് റിയാക്ട് ചെയ്തത് കണ്ടാൽ നമുക്കത് മനസ്സിലാവും. മുരളി പറഞ്ഞത് 4-ാം തീയതി ആകട്ടെ, അതിനുശേഷം പറയാം എന്നാണ്. ഓക്കെ, അത് കഴിച്ചിട്ട് തുപ്പാനും മധുരിച്ചിട്ട് ഇറക്കാനും വയ്യാന്ന് പറഞ്ഞ പോലെയാണ് മുരളീധരൻ. കാരണം പറഞ്ഞത് തങ്ങളാണ്, ചോദ്യം ചെയ്യാൻ പറ്റൂല. പിന്നെ മേത്തന്മാരും വോട്ട് ചെയ്യില്ല മുരളീധരൻ. അല്ല, അതല്ലേ കാര്യം പ്രധാനമായിട്ട്. ഇത് ഔചിത്യ ബോധത്തിനെ പറ്റി സുജാതൻ പറഞ്ഞല്ലോ. യഥാർത്ഥത്തിൽ സുജാതൻ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കോൺഗ്രസിന്റെ കേരളത്തിലെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്ന പാണക്കാട്ട് തങ്ങൾമാരല്ലേ? കാൻഡിഡേറ്റ്സിനെ വരെ സെലക്ട് ചെയ്യണം അവരല്ലേ കോൺഗ്രസിന്റെ? മതസ്ഥാപനങ്ങൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടപെട്ടിട്ടുണ്ട് കോൺഗ്രസിന്റെ. വെറുതെ അല്ല ആൾക്കാർ പറയണ മാറാട് റിപ്പീറ്റ് ചെയ്യുന്നത്. അല്ല, ഇതുപോലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ അവർക്ക് ഒരു പാർലമെന്ററി പാർട്ടി ഉണ്ടാക്കണം. ആ പാർലമെന്ററി പാർട്ടിയിൽ ഉപചാരത്തിന് വേണ്ടിയെങ്കിലും ഒരു ചർച്ച നടത്തണം. അതിനെല്ലാം ഉപരി അത് അവിടെ തീരുമാനിച്ചാലും ഫൈനലാകില്ല, ഹൈക്കമാൻഡ് എൻഡോഴ്സ് ചെയ്യണം. അപ്പോൾ ഹൈക്കമാൻഡിന് വേറൊരു ചോയ്സ് ഉണ്ടെങ്കിൽ വേറെ ആരെങ്കിലും പറന്നു വരാനും സാധ്യതയുണ്ടെന്നുള്ള ഒരു ഐഡിയ അന്തരീക്ഷം നിൽക്കേ ഒരു വനിതാ മുഖ്യമന്ത്രി എന്തുകൊണ്ടായിക്കൂടാ എന്ന് യുവരാജാവ് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ സോണിയാഗാന്ധി കേട്ടോ, അവർക്ക് രോഗഗ്രസ്തയാണ്. അവരുടെ മകൾ പ്രിയങ്ക സർവ്വതാ യോഗ്യയായി പൊര നിറഞ്ഞു നിൽക്കുകയാണ്. അതെ, അങ്ങനെയൊക്കെ പലരും ഉണ്ടെന്നിരിക്കെ ഒരു വനിതാ മുഖ്യമന്ത്രിയെക്കുറിച്ച് രാഹുൽ ഗാന്ധി കാര്യമായി പര്യാലോചിച്ചാലോ? അപ്പോൾ KC വേണുഗോപാലാണ് എൻ്റെ പേരും പറഞ്ഞ് ഇവിടെ തർക്കിക്കുന്നതിനകത്ത് അർത്ഥമുണ്ടോ? ഇവിടെ പിന്നെ ഇപ്പോൾ ആലുവ തുടങ്ങിയ സ്ഥലങ്ങളിൽ സതീശൻ നാളെ കേരളത്തെ നയിക്കുമെന്ന് ബോർഡ് വെച്ച് വലിയ ഫ്ലക്സ് ബോർഡ് ഹോൾഡിങ്സ് വെച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള പ്രവർത്തനങ്ങൾ കോൺഗ്രസ് ഇതിനകത്ത് എല്ലാ കാലത്തും ഇതുപോലെ ഓരോ വ്യക്തി അവനവൻ്റെ ചെണ്ട കൊട്ടി ജനങ്ങളെ ഉണർത്തിയിട്ടുണ്ട്. അപ്പോൾ സതീശനെ പോലെ ഒരു നേതാവ് ഭാവി ഉള്ള ഒരു മനുഷ്യനായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അദ്ദേഹം ഇങ്ങനെയുള്ള പ്രവർത്തനത്തിന് ആരോടെങ്കിലും മൗനാനുവാദം കൊടുക്കുന്നത് പോലും തെറ്റാണ്. ഒരുപക്ഷേ ഈ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ഒരാൾ എത്രയോ സീനിയറായ ഒരു കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹത്തിന് പിന്നെ മുഖ്യമന്ത്രിയാകാനുള്ള യോഗ്യത ആരും പിന്നെ മോശമാണെന്ന് പറയില്ല. അങ്ങനെ പല ആളുകളുമുണ്ട് കോൺഗ്രസ്സിന്. അവരൊക്കെ ഇരിക്കെ ഇങ്ങനെ പാണക്കാട് തങ്ങൾ ഇതുപോലെ ഒരു അഭിപ്രായം പറഞ്ഞത് രാഷ്ട്രീയ മര്യാദകളാണ്.
അതൊരിക്കലും പാടില്ല. അല്ല, അത് പക്ഷേ വേറൊരു കാര്യം കൂടി ഉണ്ട് സുജാതൻ. ഈ മലയാളത്തിൽ നമ്മൾ പറയില്ലേ, യു സ്ക്രാച്ച് മൈ ബാക്ക് ഐ സ്ക്രാച്ച് യുവർ ബാക്ക് എന്നുള്ള. സതീഷ് കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞു ഭൂമി ഉരുണ്ടതാണെന്ന് മുഹമ്മദാണ് ആദ്യം പറഞ്ഞതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമി മതേതര കക്ഷിയാണെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഇവിടെ ഉള്ളവരെല്ലാവരും ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് ഈ നാടിനൊരു നഷ്ടവും വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ സതീഷിനൊരു ഹാജി സതീശനോ അല്ലെങ്കിൽ സതീഷിനൊരു മൗലവി സതീശനോ ആയതിൻ്റെ ഒരു പ്രത്യുപകാരം എന്നുള്ള രീതിയിൽ പറഞ്ഞതാവാം തങ്ങളെ, ഈ സാദിഖലി തങ്ങള്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ ഇതിനകത്ത് തള്ളിക്കളയാൻ പറ്റാത്ത. ഇവരിങ്ങനെ പറഞ്ഞ് ഏഷണി കൂട്ടി കോൺഗ്രസിനകത്ത് വഴക്ക് മൂർധന്യത്തിലെത്തുമ്പോൾ ഒരു കൺസെൻസസ് കാൻഡിഡേറ്റ് ആയിട്ട് കുഞ്ഞാലിക്കുട്ടീനെ മുഖ്യമന്ത്രിയാക്കാമെന്ന് തങ്ങൾമാർ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ രാജകുടുംബം അത് കേൾക്കാതിരിക്കില്ല. കാരണം അവർക്കൊരു മുസ്ലിം ബാക്ക്ഗ്രൗണ്ടും കൂടി ഉണ്ടല്ലോ, മുസ്ലിം പശ്ചാത്തലം അവർക്കുണ്ടല്ലോ. കാരണം ഒരു മറ്റേ വലിയ കാരണം ഒരു മുസ്ലിം ആയിരുന്നില്ലേ. അപ്പോൾ ആ ഒരു ഇതിൽ അതുകൊണ്ടല്ലേ അവർക്ക് ഇവരോട് ഇത്ര സ്നേഹം തോന്നാനായിട്ടുള്ള കാരണം. അതെ, സൗദി അറേബ്യയിൽ നിന്നൊരു ഫോൺ കോള് ഡൽഹിയിൽ വന്നാൽ മതി, തീർന്നു. സൗദി അറേബ്യയിൽ തന്നെ വരണോ? അതിപ്പോ പാണക്കാട് നിന്ന് പോയാലും പോരെ ഫോൺ കോള്? അല്ല, കുറച്ചുകൂടെ ഒരു ആധികാരികത വരാനും. പാണക്കാട് നിന്ന് പോകുമ്പോൾ അതിന് ഒരു വെയിറ്റ് കുറവാണല്ലോ. ഓക്കെ, സൗദിയിൽ നിന്നാണെങ്കിലും മതി. പിന്നെ ദുബായിൽ നിന്ന് ഇപ്പോൾ UAE എന്നൊക്കെ ആണെങ്കിൽ മറ്റേ മുതലാളി വിളിച്ചാലും പോരെ, വേണമെങ്കിൽ മുതലാളി വിളിച്ചാലും. കേരളത്തിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് സൗദി അറേബ്യയിലാണ് ഹൈക്കമാൻഡ്. അതെ. അപ്പോൾ ഈ തരത്തിലേക്ക് കേരളത്തിലെ ജനാധിപത്യത്തെ ഇതുപോലെ ഗോത്ര സംസ്കാരത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇവിടെ എന്താണ് നടക്കുന്നത്? എന്തെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ ഒരു ദുരുപദിഷ്ടമായ കാര്യം, ഈ ശരിക്കും ഒരു പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ തിയറിറ്റിക്കലായ ഒരു ആസ്പെക്റ്റ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെട്ടില്ല. അത് ഒരു മുന്നണിയും ചർച്ച ചെയ്തില്ല എന്നുള്ളതാണ്. 10 വർഷം തുടർച്ചയായി ഭരിച്ച ഒരു ഗവൺമെൻറ്റിൻ്റെ വിലയിരുത്തൽ നടന്നു. അവിടുത്തെ പാർലമെൻ്ററി വർക്കിൽ കേരളത്തിന് ഓർമ്മിക്കാവുന്ന ഒരു നിയമനിർമ്മാണം നടന്നു. കേരളത്തിലെ ഈ 2 സഭകളിലും 14ാം നിയമസഭയിലും 15ാം നിയമസഭയിലും ഇരുന്ന ഏറ്റവും നല്ല MLA ആരാണ്? ഏറ്റവും കൂടുതൽ പിന്നെ ഇഷ്യൂസ് കൊണ്ടുവന്ന ആരാണ്? ഏറ്റവും നല്ല പ്രമേയം ഏതായിരുന്നു? കേരളത്തിൻ്റെ ഭാവിയിലേക്ക് എന്നും മുതൽക്കൂട്ടായ ഒരു നിയമനിർമ്മാണത്തിന് വഴിയൊരുക്കിയ ഒരു പ്രമേയം അവതരിപ്പിച്ചവരെ അങ്ങമാരാണ്. ഇത്തരം ഡിബേറ്റ് ഇതൊക്കെയല്ലേ നമ്മൾ അടുത്ത നിയമസഭ രൂപീകരിക്കാനുള്ള ഒരു മത്സരത്തിനൊരുങ്ങുമ്പോൾ ഒരു വിലയിരുത്തലിനൊരു അവസരം ഉണ്ടാകണ്ടേ? ഇതിന് പകരം ചീപ്പ് പൊളിറ്റിക്സ് ചർച്ച ചെയ്തു. എന്നിട്ട് വോട്ടെടുപ്പ് കഴിഞ്ഞ് 9-ാം തീയതിക്ക് ശേഷം മുഖ്യമന്ത്രി ഏത് ഗോത്രത്തിൽ നിന്നാകണം, ഏത് കമ്മ്യൂണിറ്റി, ആ കമ്മ്യൂണിറ്റിയിലെ 3-4 പേര് തമ്മിൽ കിടന്നു തർക്കിക്കുന്നു. അവരുടെ പേരിൽ പിന്നെ ആവശ്യത്തിലേറെ പ്രചരണങ്ങൾ നടക്കുന്നു. ഈ തരത്തിലേക്ക് പോയിരിക്കുന്നു. കേരളം ഒരു പ്രബുദ്ധ സമൂഹമാണെന്ന് പറയുന്നതും ജനാധിപത്യത്തിന് പക്വത ഉള്ള ഒരു വിദ്യാസമ്പന്നരുടെ നാടാണെന്ന് പറയുന്നതും പച്ചക്കള്ളമായിട്ട് ധരിക്കാനിട വരുന്ന സാഹചര്യമാണിത്. ഈ സതീശൻ കേരള മുഖ്യമന്ത്രി ആവുന്നത് ഒരു ദുരന്തത്തിന് തുല്യമായിരിക്കുന്നു ഞാൻ പലവട്ടം പറഞ്ഞു. അതാണ് വെള്ളാപ്പള്ളി ഇപ്പോൾ പറഞ്ഞത്. വെള്ളാപ്പള്ളി നടേശൻ ഈ ദിവസം പ്രതികരിച്ച അതാണ്. അങ്ങനെയാണെങ്കിൽ അത് പാണക്കാട് നിന്നായിരിക്കും ഭരണം നിയന്ത്രിക്കുന്നത്, കേരളത്തിൽ മാറാടുകളാവത്ത്. തീർച്ചയായിട്ടും. ഇപ്പം തന്നെ കണ്ടില്ലേ, എന്താ 2-3 കേസുകൾ നടന്നു, മർഡറും അതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും നടന്നു. പ്രതികളുടെ പേര് തന്ത്രപൂർവ്വം ഒളിച്ചു വെക്കുക ചെയ്യണം. ഇതിൽ എന്താ മാറാടിൻ്റെ മറ്റൊരു മുഖമല്ലേ ഈ കാണുന്നത് മുഴുവൻ. അതെ അതെ. അപ്പോൾ അത് ഈ പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ ഒരു കാര്യത്തിലെങ്കിലും CPM കുറച്ച് മാന്യത പുലർത്തിയിട്ടുണ്ട്. അവർ പറഞ്ഞു അവർക്ക് 15 സീറ്റോളം അവർക്ക് നഷ്ടപ്പെടും എന്ന് പറഞ്ഞു. അതുമാത്രമല്ല അവരുടെ ആരായിരിക്കും അവരുടെ നേതാവ് എന്നുള്ളതിനെ കുറിച്ചിട്ട് അവർ മിണ്ടിയിട്ടില്ല ഇതേവരെ. നമുക്കറിയാം CPM ജയിച്ച പിണറായി തന്നെയായിരിക്കും മുഖ്യമന്ത്രി. മണ്ഡലത്തിൽ മത്സരിച്ച ഒരേ ഒരാളാണല്ലോ പിണറായി വിജയൻ. വേറെ ആരുമില്ല. അല്ല, അതൊരു നേതാവിൻ്റെ ഞാൻ കുറ്റം പറഞ്ഞ. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ സുജാതൻ, പിണറായി വിജയൻ 2016 കേരള മുഖ്യമന്ത്രിയെ അധികാരം ഏറ്റെടുക്കുന്ന അതേ പിണറായി വിജയൻ തന്നെയാണ് ഇപ്പോഴും. അന്നും അങ്ങേർക്ക് ധാർഷ്ട്യം ഉണ്ടായിരുന്നു, അങ്ങേര് ആരെയും കൂസാക്കാറില്ല, അങ്ങേര് പറയാനുള്ള മുഖത്തോക്കി പറയും. ഈ പറഞ്ഞ പോലെ പല പദപ്രയോഗങ്ങൾ അദ്ദേഹത്തിൻ്റെതായി വിഖ്യാതമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഈ കൊടുത്ത കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞ പോലെ ഇദ്ദേഹത്തിന് അല്ലെങ്കിൽ ഇവർ വേറെ പലരെയും ചീത്ത പറയുന്നുണ്ട്, നരേന്ദ്രമോദിയെ ചീത്ത പറയുന്നുണ്ട്.
നരേന്ദ്രമോദിക്ക് വരെ ഇവിടെ പിണറായി വിജയനാണ് തിരിച്ചു പറയണമെന്നുള്ളൂ, ഒറ്റ വിഷയത്തേ ഉള്ളൂ അല്ലേ? അത് രാമേന്ദ്ര ഗുഹ പറയുണ്ടായി, മുണ്ടെടുത്ത മോഡി. അപ്പോൾ പക്ഷെ അത് പിണറായി വിജയൻ ആ പേര് അർഹനാണോ എന്ന് എനിക്കറിയില്ല. മോദി ഒരു വിഷണറിയാണ്. മോദി എത്രയോ പിണറായി വിജയൻ ആലോചിക്കുന്നതിന് 30 വർഷം അഡ്വാൻസ് ആയിട്ടാണ് അദ്ദേഹം എല്ലാ കാര്യങ്ങളും ആലോചിക്കുന്നത്. അത് ചിലപ്പോൾ അദ്ദേഹത്തിന് കൊടുത്ത ഒരു അപ്രീഷിയേഷൻ ആവാനും മതി കേട്ടോ വേണമെങ്കിൽ. പിണറായിക്ക് ഒരു കോംപ്ലിമെൻ്റ് ആണ്. ഏതായാലും കേരളത്തിൽ എന്താ പറയണ, ഇനിയുള്ള ദിവസങ്ങൾ ഈ എക്സിറ്റ് പോളിലെ റിസൾട്ട് പോലെയാണ് നടക്കണമെങ്കിൽ ഒരു സ്വസ്ഥത നിറഞ്ഞ ഭരണം ഉണ്ടാവുമോ കേരളത്തിൽ? UDF പിന്നെ ഭരണം എത്ര കാലം എന്ന് ചോദിക്കാൻ നമുക്ക് 4-ാം തീയതിക്ക് ശേഷം പറ്റുള്ളൂ. അത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സതീശൻ ഇപ്പം മുഖ്യമന്ത്രി ആവുമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ കോൺസെൻസസ് കാൻഡിഡേറ്റ് ആയിട്ട് കുഞ്ഞാലിക്കുട്ടി വരുന്നതിന് നമുക്ക് വിമർശിക്കാൻ പറ്റുമോ? കാരണം 69 ഈ മന്ത്രിസഭ പുറത്തു പോയപ്പോൾ അച്യുതാനന്ദൻ വന്നില്ലേ, അച്യുത മേനോൻ വന്നില്ലേ മുഖ്യമന്ത്രിയായിട്ട്? അന്ന് CPIക്ക് എത്ര അംഗങ്ങളുണ്ടായിരുന്നു കേരള നിയമസഭയിൽ? കോൺഗ്രസിനേക്കാളും കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നില്ല അന്ന് അല്ലേ? അതിനു മുമ്പ് 1960 പട്ടംതാണുള്ള മുഖ്യമന്ത്രിയായില്ലേ, അതും കോൺഗ്രസിനല്ലേ? R ശങ്കറിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിനാണല്ലോ അംഗങ്ങൾ കൂടുതൽ. അതെ, എന്നിട്ടും അവര് അങ്ങനെ ചരിത്രം കേരളത്തിൽ പലതുണ്ട്. യഥാർത്ഥ ഗാന്ധിയന്മാർ കോൺഗ്രസ്സുകാരാണെന്ന് പറയുന്നത് കേട്ടിട്ടാണ്. 4-ാം തീയതി റിസൾട്ടിൽ ഈ നമ്പറുകൾ കൃത്യമായി അറിഞ്ഞാലേ നമുക്ക് ആരാകും മുഖ്യമന്ത്രി. അത് കോൺഗ്രസിൽ നിന്ന് തന്നെ ആവണമെന്ന് പോലും ഇല്ല, അങ്ങനെയും വരാം. ഓക്കെ അത് പുതിയൊരു കോൺഗ്രസ് ഉണ്ടാകത്തില്ലെന്ന് അത് സുജാതൻ എവിടേക്കേട്ടോ താങ്ങിക്കൊണ്ട് പറയുന്നതാണ്, ആർക്കൊക്കെയോ കൊള്ളേണ്ടത്. അല്ല, ഈ പിന്നെ LDFും UDFും തമ്മിലുള്ള അകലം വളരെ നാരോ ആണ്. നമ്മൾ 11 എക്സിറ്റ് പോൾ ഫലം സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ ഒരു 1-2 എണ്ണം ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ഉള്ളതിലെ ഈ അംഗങ്ങളുടെ എണ്ണത്തിൽ വലിയ 5ന്റെ വ്യത്യാസമൊക്കെ ഉള്ളൂ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം. ആ കൂട്ടത്തിൽ BJPക്ക് ഒരു 15 സീറ്റ് കിട്ടുന്നു എന്ന് വിചാരിക്കുക. കൂടുതൽ സീറ്റ് NDAക്ക് കിട്ടിയാൽ കേരളത്തിൽ NDA തീരുമാനിക്കുന്ന ആൾ മുഖ്യമന്ത്രിയാവും. അല്ല, അപ്പോൾ അവിടെ പറ്റിയ ഇന്ത്യ അലയൻസ് ഒക്കെ വരൂല്ലേ? കോൺഗ്രസും മുസ്ലിം ലീഗും CPMും CPIക്ക് ഒന്നാവൂല്ലേ? ഇപ്പോൾ പല അലയൻസിന് പറ്റി ആലോചിക്കാം. അപ്പോൾ കോൺഗ്രസിനകത്തെ ഒരു 10-30 അംഗങ്ങൾ ഒരു നേതാവിൻ്റെ നേതൃത്വത്തിൽ, മുഖ്യമന്ത്രിയാകാൻ യോഗ്യനായ ഒരു നേതാവിൻ്റെ നേതൃത്വത്തിൽ ഒരു 40 പേര് കൂറുമാറിയാൽ എന്ത് പറ്റും? പോണ്ടിച്ചേരി ആവർത്തിക്കും. ആ സാധ്യത തള്ളിക്കളയുന്നില്ല അല്ലേ? തള്ളിക്കളയാൻ പറ്റില്ല, ഈ സന്ദർഭത്തിൽ തള്ളിക്കളയാൻ പറ്റില്ല. അല്ല, ഈ എക്സിറ്റ് പോളിൻ്റെ വേറൊരു തമാശയും കൂടി ഞാൻ പറയാം. ഒരു ഏജൻസി തമിഴ്നാട്ടിൽ നടത്തിയ എക്സിറ്റ് പോളിൽ ഒരാൾ കണക്ക് പറഞ്ഞിരിക്കുന്നതാണ്, വിജയുടെ തമിഴക വെട്രി കഴകത്തിന് 98 മുതൽ 110 സീറ്റ് വരെ കിട്ടുന്നത്. ഇവിടുത്തെ കണക്കാണെന്ന് ഇതൊരു മിറാക്കിൾ എന്നേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് ഒരു മിറാക്കിൾ സംഭവിക്കണം അങ്ങനെ കിട്ടണം എന്നുണ്ടെങ്കിൽ. അത് യാഥാർത്ഥ്യമാണോ സുജാതൻ? കാരണം പാർട്ടി രൂപീകരിച്ചിട്ട് 1 വർഷം പോലും ആയിട്ടില്ല. അയാളുടെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ മൊത്തം കുളമായിരുന്നു. ആൾക്കാർ മുഴുവൻ എന്താ പറയുക, കുറേ പേര് മരിച്ചു. അത് കഴിഞ്ഞ് പലയിടത്തും അയാൾക്ക് പ്രകടനമോ റാലിയോ നടത്താൻ പറ്റിയില്ല. അയാളിടയ്ക്ക് കേസ്, ഇൻകം ടാക്സ് കേസ്, അയാളുടെ ഡൈവോഴ്സ് കേസ്, അയാളുടെ മകൻ അയാളെ തള്ളിപ്പറഞ്ഞു. ഇതൊക്കെ 100 കൂട്ടം കാര്യമായിരിക്കുമ്പോഴും അയാൾക്ക് 98 മുതൽ 115 സീറ്റ് വരെ കിട്ടുമെന്ന് പറയുന്നത് കുറച്ച് കടന്നല്ലേ? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവ് പോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, 4 N നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.